താമസിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ അടുത്ത ക്യാബിനറ്റിന് മുമ്പേ തന്നെ ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചതായിട്ടുള്ള ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റി കൂടി കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആലോചിച്ചിട്ടാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അല്ല, ഇന്നലെയല്ലേ ഉത്തരവ് ഇറങ്ങിയുള്ളൂ. ഇന്നത്തെ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് എല്ലാവരോടും ഒന്ന് ആലോചിച്ചിട്ട് നമുക്കത് കൂടാവുന്നതാണ്. അല്ല, കത്തയക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. മന്ത്രിസഭ ഉപസമിതിയുടെ ആവശ്യമില്ലല്ലോ. ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചാണല്ലോ ക്യാപ്റ്റൻ അബേൻസിൽ എന്നുള്ള നിലയിൽ കത്തയക്കണമെന്നുള്ളത്. PM ശ്രീ നിയമോപദേശം ഉടനെ തന്നെ കിട്ടും. ഉപസമിതിയായിട്ട് ബന്ധമില്ല. ഉപസമിതി കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ നമ്മുടെ നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതി റിവ്യൂ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി, നിയമവകുപ്പ് മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, വൈദ്യുത വകുപ്പ് മന്ത്രി, വനം വകുപ്പ് മന്ത്രി എന്നിവർ അംഗങ്ങളായ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവാകുന്നു. ഉടനെ കിട്ടും. അതിലൊന്നും ഒരു പ്രശ്നമില്ല. അതെ, പിന്നെ പല കുടിശ്ശിക ആയതുകൊണ്ട് അവരുടെയും 1, 2, 3 തവണകളായി റിലീസാക്കുക എന്നുള്ള നിലയിലുള്ള ഒരു ആലോചനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതിനെപ്പറ്റി നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യം ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു കാര്യം ചോദിച്ചിട്ടില്ല. കത്ത് കേന്ദ്രത്തിന് കത്തയക്കാൻ വൈകുന്നത് കൊണ്ടെങ്കിൽ CPIക്ക് വിഷമം വല്ലതും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് മിനിസ്റ്റർ തന്നെ അത് പരിഹരിക്കാൻ ഇടപെടും. അല്ല, അങ്ങനെ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനും രാജനുമായിട്ടൊക്കെ ഇന്നലെ സംസാരിച്ചു. അങ്ങനെ വിഷമം ഉണ്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഇതൊരു ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രശ്നമല്ലല്ലോ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമല്ലല്ലോ. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആകെ പ്രശ്നമാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. ചില പത്രമാധ്യമങ്ങൾക്ക് വിഷമമുണ്ട്. ചില പത്രങ്ങൾക്കാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. കാരണം ഈ പ്രശ്നം തീർന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.